ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര റൂമറുകൾ നടക്കുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ വേറെ ഒന്നുമില്ല. രാജേഷ് രാജമൗലി അടുത്ത ഡയറക്ട് ചെയ്യാൻ പോണ സിനിമ RRRന് ശേഷം അടുത്ത ഡയറക്ട് ചെയ്യാൻ പോണ സിനിമ ഏതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹേഷ് ബാബുവിന് വെച്ചിട്ട് ഒരു അഡ്വഞ്ചർ സിനിമയാണ്. ഇന്ത്യാന ജോൺസ് പോലെയൊക്കെയുള്ള ഒരു അഡ്വഞ്ചർ സിനിമയാണ് അടുത്ത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും പുതിയതും വന്നു തുടങ്ങിയില്ല. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. വേറെ ഒന്നല്ല, ഈ സിനിമയിൽ വില്ലനായിട്ട് പൃഥ്വിരാജ് സുകുമാരനെ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസാണ്. അത് എത്രത്തോളം സത്യമാണ് എത്രത്തോളം നുണയാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ സ്ട്രോങ് ആയിട്ട് ഒരുപാട് സോഴ്സിൽ നിന്നാണ് ഈ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ നമുക്ക് വേണമെങ്കിൽ ശരിയെന്ന് വെക്കാം. കാരണം നമുക്കറിയാം, സലാറിൽ വലിയൊരു ക്യാരക്ടറാണ് പൃഥ്വിരാജ് ചെയ്തിട്ടുള്ളത്. ഈ സലാറിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്രഭാസ്, പൃഥ്വിരാജ് സുകുമാരൻ, SS രാജമൗലി ഇവർ തമ്മിലുള്ള മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീറ്റിംഗ്സ് മീൻസ് പ്രൊമോഷൻ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇവർ തമ്മിൽ നല്ല ബന്ധമാണുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്രഭാസായിട്ട് നല്ല ബന്ധമാണ്, അതേപോലെ തന്നെ SS രാജമൗലിയായിട്ട് നല്ലൊരു കോൺടാക്ട് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും പൃഥ്വിരാജായിട്ട് നല്ലൊരു ബന്ധം SS രാജമൗലിക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഈ തമിഴ് തെലുങ്ക് ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏതെങ്കിലും പടങ്ങളിൽ അവർ എങ്ങനെയെങ്കിലും ഒരു മലയാളി സാന്നിധ്യത്തിന് ഇപ്പൊ പിടിച്ചിടാൻ ശ്രമിക്കും. കാരണം മലയാളി ആക്ടേഴ്സ് ആ പടത്തിലുണ്ടെങ്കിൽ അതൊരു രാശിയായിട്ട് അവർ കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പണ്ട് മുതലുണ്ട്. എനിക്ക് തമിഴ് സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങനെ രാശി നോക്കും, മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ ഭാഗ്യമാണെന്നുള്ള ലെവലിൽ. തമിഴ് സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മലയാളി ആക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പൊ SS രാജമൗലി ആ ഒരു ഭാഗ്യം വെച്ചിട്ടൊന്നും വലിയ പൃഥ്വിരാജിനെ സെറ്റ് ചെയ്യുന്നുണ്ടാവാം. കാരണം രാജമൗലിയുടെ തല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അന്യായതല്ല തന്നെയാണ്. അയാൾ ഏത് ഒരു ഈച്ചനെ വെച്ചിട്ട് മാസ് കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പൃഥ്വിരാജ് വേണമെന്നൊന്നുമില്ല. പക്ഷെ പൃഥ്വിരാജ് സുകുമാരനെ വേണമെങ്കിൽ ഈ സിനിമയിൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ മലയാള സിനിമനെ വീണ്ടും അടുത്തൊരു അച്ചീവ്മെന്റ് മൈൽ സ്റ്റോണിലേക്ക് പൃഥ്വിരാജ് സുകുമാരൻ കൊണ്ടുപോകണം SS രാജമൗലി പടത്തിൽ. എന്തായാലും നല്ലൊരു സന്തോഷമുള്ള വാർത്തയാവട്ടെ. ഒഫീഷ്യലായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇത് തള്ളായിരിക്കും, അങ്ങനെ തള്ളി ആ വഴിക്കാനെ പൊക്കോട്ടെ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുറേ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് സിനിമകളുടെ കാര്യങ്ങളുടെ. വലിച്ചു വരി വീഡിയോസ് ചെയ്യാണ്ട് കിട്ടാവുന്നതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമകളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.